പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനത്തെ മഴ ശക്തമാണ്. എല്ലായിടത്തും അലേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും അത്യാവശ്യം മഴയുമുണ്ട്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനം. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. മഴ സാഹചര്യം കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിച്ചു. പക്ഷേ പരീക്ഷകൾക്ക് മാറ്റമില്ല, മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അഞ്ജു ജയപ്രകാശോട് നമ്മുടെ സംസ്ഥാനത്തെ ഒരു മുഴുവൻ മഴ സാഹചര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. അഞ്ജു, ഗുഡ് മോർണിംഗ്. അഞ്ജു, ഇപ്പം ഒരിടത്ത് റെഡ് അലേർട്ടും ബാക്കി എല്ലായിടത്തും ഓറഞ്ചും യെല്ലോ അലേർട്ടും ഒക്കെയാണ്. മൊത്തത്തിൽ മഴ സാഹചര്യമാണ്. എങ്ങനെ വിലയിരുത്താൻ? നമുക്ക് ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? സേതു, സംസ്ഥാനത്ത് ഈ മാസം 20 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. മഴ മാത്രമല്ല, കാറ്റും ശക്തമായിട്ടുണ്ടാവും. 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്ന് കൂടി കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഈ വടക്കൻ കേരളത്തിലാണ് മഴ കനക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് മേഖലകളിൽ കനത്ത മഴയായിരിക്കും. ഈ ജില്ലകളിൽ തന്നെയാണ് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് മാത്രമല്ല, ഈ ജില്ലകളിലൊക്കെ സേതു സൂചിപ്പിച്ചതുപോലെ സ്കൂളുകൾക്കൊക്കെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല 5 ദിവസം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കൂടാതെ ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മത്സ്യബന്ധനത്തിൽ ഉൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തരത്തിൽ ഈ തീരദേശ മേഖലകളിൽ ശക്തമായ തിരമാലകൾ ഉൾപ്പെടെ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല, നാളെയും മറ്റന്നാളും ഓറഞ്ച് അലേർട്ടും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യെല്ലോ അലേർട്ട് ഉള്ളത് ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കനത്ത് തന്നെ പെയ്യും. അതിനാൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ ജാഗ്രതയോടുകൂടി തന്നെ പോകുക. ശരി അഞ്ജു.